പ്രകൃതിയുടെ റോ ആയിട്ടുള്ള നിയമങ്ങളെല്ലാം വൈൽഡാണ്. അശക്തനെ ശക്തൻ കീഴടക്കും. അതാണ് പ്രകൃതിയുടെ നിയമം. സർവൈവ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്തത് മരിച്ചു പോകും. അതാണ് പ്രകൃതിയുടെ നിയമം. നിങ്ങൾ കുറച്ച് പ്രകൃതിയായിട്ട് ഇടപഴകിയത് മനസ്സിലാവും. ഇത് ഹൈപ്പത്തറ്റിക്കലായിട്ട് പോകേണ്ട ആവശ്യമില്ല. നമ്മൾ ഊഹാപോഹങ്ങൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. എൻ്റെ വീട്ടിൽ ഒരുപാട് മൃഗങ്ങളെ ഞാൻ വളർത്തുന്നുണ്ട്. മൃഗങ്ങളിൽ വളർന്ന് പെറ്റി പെരുകുമ്പോൾ നമുക്കിത് കാണാൻ പറ്റും. അതിൽ ശക്തൻ അശക്തനെ കടിച്ചു കൊല്ലുന്നുണ്ടാവും. പ്രകൃതിയിൽ എല്ലായിടത്തും അങ്ങനെയാണ്. ഒന്ന് ചീഞ്ഞ് മറ്റൊന്നിന് വളമാകും. ശക്തനെ അശക്തനെ ചൂഷണം ചെയ്യും. തന്നിൽ ചെറുത് തനിക്ക് ഇരയാവും. ഇങ്ങനെ ഇതെല്ലാം വൈൽഡ് നിയമങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ നിയമങ്ങളെല്ലാം വൈൽഡ് നിയമങ്ങളാണ്. അവിടെ ഈ മനുഷ്യത്വം, കാരുണ്യം, നന്മ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാനില്ല പ്രകൃതിയിൽ. എവിടെ കാണും നിങ്ങൾക്ക്? നിങ്ങളൊന്ന് കാട്ടിൽ പോയിട്ട് ഒരാഴ്ച ജീവിച്ചു നോക്കുക, അപ്പോൾ മനസ്സിലാവും നിങ്ങൾക്ക് അവിടെ ഒരു നന്മകളും ഇല്ല. അവിടെ ഏത് ജീവി ഡോമിനേറ്റ് ചെയ്യാൻ പറ്റുമോ ആ ജീവി രക്ഷപ്പെടും എന്നുള്ളതാണ്. ആര് സാമർഥ്യമുള്ള ആളാണോ അവർ രക്ഷപ്പെടും എന്നുള്ളതാണ്. അതാണ് പ്രകൃതിയുടെ നിയമം. പ്രകൃതിയുടെ നിയമം, പ്രപഞ്ചത്തിന്റെ നിയമം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. നമ്മൾ പ്രകൃതിക്കും പ്രപഞ്ചത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിച്ചിട്ടാണ് വളർന്നിട്ടുള്ളത് മനുഷ്യര്. നമ്മളെ പ്രകൃതി നിയമം ഫോളോ ചെയ്ത് ജീവിക്കുകയാണെങ്കിൽ നമ്മൾ മുന്നോട്ട് പോവില്ല.